നമസ്കാരം. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട് ഇ.ഡി. റെയ്ഡ് ചെയ്തതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഇ.ഡി. ഹൈക്കോടതിയെ സമീപിച്ച് ഇ.ഡിക്കെതിരായ ആക്രമണങ്ങൾ CBI ഏൽപ്പിക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തെന്നാൽ, വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇ.ഡി. ഇതുപോലെ റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർ, അതായത് സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്ന ഉന്നത നേതാക്കന്മാരാണ് അന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൈയും കാലുമൊക്കെ ഒടിച്ചത്. അതിനെ തുടർന്ന് കൊൽക്കത്ത പോലീസിനെ അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതിയെന്ന് ഇ.ഡി. ഹൈക്കോടതിയെ സമീപിച്ച് ഉത്തരവ് നേടിയിരുന്നു. അതിനെ തുടർന്ന് ഹൈക്കോടതിയാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും 2 വർഷമായിട്ടും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ അകത്ത് കിടക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ആ പാർട്ടി അവിടെ ക്ഷയിച്ചത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. കേരളത്തിലെ പോലീസ് അന്വേഷണം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇ.ഡി. കേരള ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം തരപ്പെടുത്താൻ പോകുന്നു. CBI അന്വേഷണം തരപ്പെടുത്തുമ്പോഴുള്ള കുഴപ്പം, ഇപ്പോൾ ഇതുവരെ 18 പ്രതികളെയാണ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിലൊരു ഉന്നത നേതാക്കന്മാരും ഇല്ല. കാരണം തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട് പിക്കറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രി V ശിവൻകുട്ടി, മുൻ MLA കടകംപള്ളി സുരേന്ദ്രൻ, അന്ന് തുടങ്ങി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ ഉന്നതമായ ഒരുപാട് നേതാക്കന്മാർ ചേർന്നാണ് തിരുവനന്തപുരത്ത് ഈ സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ അവരൊക്കെ അകത്ത് പോകാനുള്ള സാധ്യതയാണ് CBI അന്വേഷണം വന്നാൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ CBI അന്വേഷണം വരുമോ ഇല്ലേ എന്നുള്ള കാര്യം, വരുമോ ഇല്ലെന്നുള്ള കാര്യം സംശയത്തിന് ഇടം നൽകേണ്ട കാര്യമില്ല. കാര്യം ഇ.ഡി. ഹൈക്കോടതി സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും CBI അന്വേഷണം വരും, ഇവരെല്ലാം അകത്ത് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.